ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വൈകുന്നേരത്തെ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങളാണെങ്കിൽ കുളിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മോട്ടർ ഇട്ടിട്ടൊക്കെ കുളിക്കാൻ പോകാമെന്ന്. അപ്പോൾ മോട്ടർ ഇട്ട് കഴിഞ്ഞ് ഇതാണ് കേട്ടോ അവസ്ഥ. പിന്നെ കയറണമെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ചെറിയ കമ്പെടുക്കണം, എങ്കിലേ ഇതുപോലെ ഓടി കയറത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് ആ വെള്ളത്തിനകത്ത് കളിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ രണ്ടുപേരെയും കൂടെ പിടിച്ച് കുളിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അവർ തന്നെ കുറച്ച് നേരം വെള്ളത്തിലായി കളിച്ചിട്ട് പിന്നെ ഞാൻ ചെന്നിട്ടാണ് കുളിപ്പിച്ചെടുക്കുക. അപ്പോഴത്തേന് ഞാൻ രാവിലെ ചോറ് വെച്ചു വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ വൈകുന്നേരത്തന്നെ ചോറ് വെക്കണമായിരുന്നു. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുളിക്കാൻ വിടുന്നതിന് മുമ്പ് എണ്ണ തേച്ച് കൊടുക്കണമല്ലോ, അതാണല്ലോ ഞാൻ ഈ വീഡിയോയുടെ ക്ലിപ്പ് കണ്ടപ്പോഴാണ് അടുത്തത് എണ്ണ തേച്ചതാണെന്ന് ഓർത്തത് കേട്ടോ. അതാണ്. അപ്പം ഞാനാണെങ്കിൽ എല്ലാ ദിവസവും അവർക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എണ്ണ മുടിയിൽ തേച്ച് കൊടുക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് എണ്ണ തേച്ച് കൊടുക്കാം. എന്നും ഞാനിങ്ങനെ മുടി മൊത്തം ഓയിൽ ചെയ്തിട്ട് വിടാറില്ല. ജസ്റ്റ് ഞാൻ ഒന്നിടായിട്ടിട്ടാണ് പിള്ളേരെ തല നനയ്ക്കുക. ഒരു ദിവസം ഇടവിട്ടിട്ട്, എന്നിട്ട് പോലും പനിയാണ്. ഇന്നാണെങ്കിൽ നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണ തേച്ച് ഇന്ന് അവളെ നിന്ന് തരാമെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ഈ വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചേക്കുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്കാണ് കേട്ടോ ഈ ഇരുന്നത്. ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചിട്ട് ആണ് മുടിയൊക്കെ അവൾക്ക് നല്ലപോലെ എണ്ണ തേച്ചിട്ട് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അത് അവളെ കൂടെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് കാശിയോടെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് എണ്ണ തേച്ച് കഴിയുമ്പോൾ അവന് ഇഷ്ടമാണ്, അവന് അത് ഇഷ്ടപ്പെട്ടു. ചേച്ചിക്ക് ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്തു കൊടുക്കണമല്ലോ, അപ്പോൾ അത് ചെയ്തു കൊടുത്തു കേട്ടോ. കുഞ്ഞിക്ക് പിന്നെ മുടി ഉണ്ടെങ്കിൽ മുടിക്ക് ഉള്ളൊന്നും വലുതായിട്ടില്ല കേട്ടോ. കാശിക്ക് അതുപോലൊക്കെ തന്നെ. രണ്ടുപേരെ പിന്നെ മുട്ടയടിച്ചിട്ടൊന്നുമില്ല. മുട്ടയടിക്കണം കാശിയുടെ. ഇനി സമ്മതിക്കുമെന്ന് അറിയത്തില്ല. കാശിയുടെ എന്തായാലും മുട്ടയടിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരെ ഒന്ന് എണ്ണ തേപ്പിച്ച് വിട്ടപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ മുടി നല്ലപോലെ നോയിൽ ചെയ്ത് കൊടുക്കാം. എൻ്റേതും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ തേച്ച് വിടുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. വല്ലപ്പോഴുമാണ് ഇങ്ങനെ നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ മുടിക്കകത്ത് പരട്ടി കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നേരത്തെ വീഡിയോയിൽ. വീട്ടിലൊക്കെ പോകുമ്പോൾ അമ്മയാണ് ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് വെളിച്ചെണ്ണയൊക്കെ പരട്ടി തരിക കേട്ടോ. അല്ലാതെ എനിക്ക് ഭയങ്കര മടിയാണ് അതിനൊക്കെ ഉള്ളതിന്. അപ്പോൾ ഞാൻ അവരോട് എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ. കാശി ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിക്കൈ കൊണ്ട് വന്നതാണ്. എന്നിട്ട് അതിനിടയ്ക്ക് കുഞ്ഞിയാണെങ്കിൽ വന്ന് വെളിച്ചെണ്ണ തട്ടി തറയിലിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു അതെല്ലാം ദേഹത്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കാലിലൊക്കെ കുറച്ചൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുടിയിലെല്ലാം വെളിച്ചെണ്ണ ഇട്ടിട്ട് അവളെ പോലെ തന്നെ ഒന്ന് കെട്ടിവെക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ വെളിച്ചെണ്ണയൊക്കെ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിള്ളേർ. അപ്പം ഞാൻ നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ പറ്റി കൊടുത്തു. ആരൊക്കെയോ എൻ്റെ വീഡിയോ വന്നിട്ട് പറയാറുണ്ട്, ചേച്ചി ഓയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കൂ, ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ സാധാ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സാധാ പച്ച വെളിച്ചെണ്ണ. അതിനകത്ത് കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ കാച്ചിയതുണ്ടെങ്കിൽ തേക്കും. അതുപോലെ ഏട്ടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മ കാച്ചിയതുണ്ടെങ്കിൽ തേക്കും. അല്ലാതെ ഞാനായിട്ട് കാച്ചി ഞാനായിട്ട് തേക്കുന്ന ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ മകരം 1-ന്റെ അടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് 1-ാം തീയതി അല്ലേ, ഇപ്പോൾ വിളക്കൊക്കെ തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ തേക്കുന്നത്. പലർക്കും ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാവാം. എൻ്റെ അമ്മയ്ക്കും ഉണ്ട് കേട്ടോ, അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ പക്ഷേ ഇവിടെ എല്ലാം വൃത്തിയാക്കി നല്ലപോലെ സോപ്പൊക്കെ ഇട്ട് ആദ്യമേ കഴുകിയിട്ടാണ് കയറുക. ഞാൻ അകത്ത് വെച്ചിട്ടൊന്നും കഴുകാനും നിൽക്കില്ല കേട്ടോ. ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുള്ള കഴുകലേ ഉള്ളൂ. അകത്തോട്ടൊന്നും വിളക്കൊന്നും തൊടിപ്പിക്കത്തില്ല. എന്നാലും ഞാൻ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടാണ് കേട്ടോ വിളക്കൊക്കെ കഴുകാൻ കൊണ്ടുപോവുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അടുക്കളയിലെ പരിസരത്തെ വിളക്കൊന്നും കയറ്റൂല, പുറത്ത് വെച്ചിട്ടാണ് അമ്മ കഴുകിയെടുക്കുക. ഞങ്ങളാണെങ്കിലും പുറത്ത് വെച്ചിട്ടാണ് കഴുകിയെടുക്കുക. ഇപ്പം ഞാനിവിടെ കതവ് തുറന്നു കഴിഞ്ഞാൽ അപ്പം പുറപ്പെടും എൻ്റെ 2 കുട്ടീസ് പുറത്തോട്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് റിസ്ക്കാണ്, പിള്ളേരെയും കൊണ്ട് വിളക്ക് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അകത്ത് നിന്നിട്ട് അങ്ങ് കഴുകിയെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വെള്ളം വെച്ചിട്ടുണ്ടെന്ന്, വെള്ളം അപ്പം തിളയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അരിയൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ടു കേട്ടോ. ഇനിയിപ്പം പിള്ളേരെ കുളിപ്പിച്ച് കയറ്റുമ്പോഴത്തേനും ഈ വെള്ളം ചോറങ്ങ് തിളയ്ക്കുമല്ലോ. അപ്പോൾ നമ്മൾ നേരെ റൈസ് കുക്കറിനകത്ത് എടുത്തിടും. അത്രേ ഉള്ളൂ പരിപാടി, അരി ഇടുന്നതിൻ്റെ പരിപാടി. അപ്പോൾ അവിടുന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തല നനയ്ക്കണോ മേല് കഴുകണോ. ഇപ്പം ഞാൻ മേല് കഴുകണമെന്ന് പറഞ്ഞ് വിട്ടാൽ അവിടുന്ന് 100 ക്വസ്റ്റ്യനാണ്. അമ്മയെ തല ഒഴിക്കണോ എന്ന് കേട്ടോ. തല ഒഴിക്കണമെന്ന് പറഞ്ഞാലും ചോദിക്കും തല ഒഴിക്കണോ. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും ബാത്റൂമിൽ നിന്ന് കയറി തുടങ്ങുന്നത് മുതൽ. അപ്പം പിന്നെ ഞാൻ അവരെ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അരി എടുത്ത് വെച്ചിട്ട്. പിന്നെ അവരെ കുളിപ്പിച്ച് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ തന്നെ സമയമായിട്ടുണ്ടായിരുന്നു, 6:30 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് അവരെ കുളിപ്പിച്ച് കയറ്റിയതാണ് കേട്ടോ. അവർ കുളിച്ച് കയറിയിട്ട് വണ്ടിക്കകത്ത് കളിക്കുന്നതാണത്. മുടിയൊന്നും ചീവി കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ നല്ലപോലെ അടിച്ചിടുക. ഇത് രാവിലെ അടിച്ചു വാരിയതാണ്.
രാവിലെ അല്ല, മൂന്നാമത്തെ ട്രിപ്പും കണ്ടാണ് കേട്ടോ അടിച്ചു വാരൽ. അപ്പോൾ അതെല്ലാം അടിച്ചു വാരിയിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി കയറി. പെട്ടെന്ന് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും മകരവിളക്കിൻ്റെ കാര്യം ശരിക്കും വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വിളിച്ചിട്ട് ഇതുപോലെ മകരവിളക്ക് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോഴാണ് മകരവിളക്കിൻ്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വിളക്ക് വെച്ചിട്ട് ഓടിപ്പോയി ഫോൺ എടുത്ത് നോക്കിയിട്ടോ മകരവിളക്ക് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് വിളക്ക് കൊളുത്തിയിട്ട് നേരെ പോയത് ഫോൺ ഓണാക്കാൻ വേണ്ടിയിട്ടാണ്, മകരജ്യോതി കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർ മോക്കിപ്പോഴാണല്ലോ ഒന്ന് അറിയാനായത്. നേരത്തെ കഴിഞ്ഞ വർഷം വരെ കാണിച്ചു കൊടുത്താലും അത്രേ ഉള്ളൂ എന്നായിരുന്നല്ലോ. ഇപ്പം ഞാനത് കാണിച്ചു കൊടുപ്പോൾ സ്വാമി ശരണയ്യപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ട് അതൊക്കെ കണ്ടാലും ഇപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര അത്ഭുതം മാത്രമല്ല, ഭയങ്കര ഒരു വിശ്വാസം, ഭയങ്കര ഒരു നമ്മുടെ കണ്ണ് നിറയുന്ന ഒരു ഫീലിങ്സ് ഒക്കെ ആണല്ലോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോഴും അങ്ങനെ തന്നെ, അപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ അപ്പോൾ അവളും കൂടെ ശരണം വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ഇങ്ങനെ TV-ക്കകത്ത് അവരിങ്ങനെ പറയുന്നത് കേട്ട് അവരുടെ കൂടെ ശരണം വിളിക്കുക. കാശ് എൻ്റെ മടിയിരിപ്പുണ്ട് കേട്ടോ. അവനാണ് ഈ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പനിയുടെ ആരംഭം ഉണ്ടാതാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അവളെ ഇങ്ങനെ തൊഴുതെടുത്തപ്പോൾ അവളാണെങ്കിൽ എന്നെയും വിളക്കിന് വലം വെച്ചിട്ട് അവൾ എൻ്റെ തലയിലും ഇങ്ങനെ തൊട്ട് തരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഏട്ടൻ അപ്പോഴത്തേനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളത് കഴിക്കാൻ. ഐസ്ക്രീം മാത്രമല്ല മീനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ഡ്യൂട്ടി എനിക്ക് അതാണ് കേട്ടോ. സമയം 7:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മീനൂടെ വെക്കാം. ചൂരക്കുഞ്ഞായിരുന്നു കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്ന്. 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കഴുകിയിട്ടൊന്നും ഇല്ലായിരുന്നു, മുറിച്ചൊന്നും അല്ല വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഇപ്പം ഞാനത് എളുപ്പം കറി വെച്ച് കഴിയാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ലൈവ് കയറാനാണ് കുറേ പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എളുപ്പം കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അധികമൊന്നും മീൻ വെട്ടുന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് വെട്ടിയിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ഉപ്പൊക്കെ എടുത്ത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കഴുകിയത് കൊണ്ട് ഉപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് മീൻ കഴുകിയിരുന്നത്. അങ്ങനെ ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും 2 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചട്ടി എടുത്ത് വെക്കുക, പിന്നെ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ കുറച്ച് ഉലുവ പൊട്ടിക്കുക. ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉലുവ പൊട്ടിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഉലുവപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഉലുവ പൊട്ടിയ ശേഷം ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്ക് ഇടുന്നില്ല, ഇന്നത്തെ മീൻകറിക്ക് തക്കാളിക്ക് ചേർക്കുന്നില്ല. അപ്പോൾ തക്കാളിക്ക് ചേർക്കാതെയാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത്ര നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ആ പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ പ്രോസസ്സിങ്. അങ്ങനെ പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. ഞാൻ കുറച്ച് ചാറായിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്, കാരണം ഇന്ന് നമുക്ക് മീൻ കറി മാത്രമേ ഉള്ളൂ ചോറിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ കുറച്ച് അധികം പുളി ഇട്ടിട്ട് നല്ലൊരു ചാറായിട്ട് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നാളെ പറ്റിച്ചെടുക്കാമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുള്ളല്ലോ മീൻ, ചെറിയ 3 ചൂരയല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ആ വെള്ളം നല്ലപോലെ തിളച്ചിട്ട് വേണം നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. അതിന് മുമ്പേ ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പുളി ഞാൻ അധികമായിട്ട് ഇടുന്നുണ്ട്, കാരണം മീൻ കറി മാത്രമേ ഉള്ളൂ ചോറിന്. അപ്പം കുറച്ച് പുളിയും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് പുളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ പിന്നെ അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും തിളച്ച് കഴിയുമ്പോൾ മീനൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മീനും ഇട്ട് ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഏകദേശം റെഡി ആവും കേട്ടോ. വെന്ത് കഴിയുമ്പോഴത്തേനും മീനൊക്കെ ഞാൻ പറക്കിയിട്ട് കൊടുക്കും. ഞാൻ ചെറിയ ചെറിയ കഷ്ണമാക്കി കേട്ടോ. എനിക്ക് ഈ ചൂരയൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ ഞാൻ മീൻകറിയൊക്കെ വെച്ചിട്ട് ഒരു പോക്കങ്ങ് പോയി, പിന്നെ ഞാൻ മറന്നുപോയി ഗൈസ്. ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീണ്ടും തിളപ്പിച്ചിട്ടൊന്നും എടുക്കുന്നതാണ് കേട്ടോ. രാത്രിയിൽ ഓൾറെഡി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ മീൻകറിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ പറയൂ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക ഗൈസ്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ, കണ്ടിട്ടങ്ങ് പോവാതെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റ.